എന്ത് രക്തസാക്ഷി? ഞങ്ങളുടെ കാര്യം നടക്കട്ടെ. ഈ തിങ് ക്യാൻ ബി മെറി, ടുമാറോ ഇസ് നോട്ട് അവേഴ്സ്. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, ഞങ്ങളെ നമ്മുടേതല്ല. ഈ സിദ്ധാന്തമല്ലേ ഇത്? മാർക്സ് സിദ്ധാന്തമല്ല, ഇത് ഡെമോക്രാറ്റിക് ലിബറൽ സിദ്ധാന്തമല്ല. ഇതൊരു തരം എപ്പിക്യൂറിയൻ എന്ന് പറഞ്ഞാൽ തീറ്റിപ്പണ്ണങ്ങളുടേതായ ഒരു സിദ്ധാന്തമാണ്. ഇതിനാണ് പലരും വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൽ. അതിന്റെ നാശമാണിത്. ഈ നിലയിൽ പോയാൽ തിരുത്താൻ തയ്യാറുണ്ടെങ്കിൽ അവസാനത്തെ ഇലക്ഷനാണ് ബഹുമാനായ പിണറായി സാർ. ഇത് അവസാനത്തെ ഇലക്ഷന് നിങ്ങൾ എന്റെ നേരെയുള്ളതങ്ങ് വിട്ടിട്ട് നിങ്ങൾ ഈ നാടനാണ് ശ്രദ്ധിക്കുക. മൂന്നാം ഊഴം കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അതൊന്നും പറയുന്നില്ല. കേരളം മൊത്തം തോറ്റാലും കുഴപ്പമില്ല, അമ്പലപ്പുഴ പിടിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് മൂന്നാം ഊഴം എങ്ങനെ കിട്ടുക? പരസ്പര വിരുദ്ധമായ അഭിപ്രായങ്ങൾ ആലോചനയില്ലാതെ പറയുകയാണ്. സിപിഎമ്മിന്റെ അവസാന നാളുകളിലേക്ക് സിപിഎമ്മിനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നേതൃത്വം. പാവപ്പെട്ട ബേബിക്കൊന്നും ചെയ്യാനില്ല. ആ ഞങ്ങളെയൊക്കെ നേരിടാൻ മുഖ്യമന്ത്രിയെ തന്നെ പറഞ്ഞയക്കേണ്ട വല്ല കാര്യമുണ്ടോ? മുഖ്യമന്ത്രി വിചാരിച്ചാൽ നേരിടാൻ പറ്റുമോ? അദ്ദേഹം സത്യങ്ങൾ കാണണം. സത്യമല്ല കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ആയിട്ട് കുറെ കാലായി. അതുകൊണ്ടിത് അവസാനത്തിന്റെ ആരംഭമാണ് എന്നാരെങ്കിലും പറഞ്ഞാൽ സ്വയം വിമർശനത്തിന് വേണ്ടി ഞങ്ങൾ പറയുന്നതാണ്. ഒരു ടോർച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് അടിക്കാൻ വേണ്ടി പറയുന്നതാണ്, നശിപ്പിക്കാൻ വേണ്ടിയാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ വേണം. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണം, കോൺഗ്രസും വേണം, അല്ല UDF LDF വേണം. അതെല്ലാം സെക്യുലർ പാർട്ടികളാണ് അത് മുഴുവൻ. മനസ്സിലായില്ലേ? അപ്പോ അദ്ദേഹം ചെയ്ത വേറൊരു ഉപകാരം ഇന്നത്തെ പ്രസംഗത്തിൽ ഞാൻ BJPയുടെ പിന്തുണയോടെ മത്സരിക്കുന്നു. അപ്പൊ BJPക്കാരെല്ലാം എനിക്ക് വോട്ട് ചെയ്യാൻ പുള്ളി പറഞ്ഞിരിക്കുക. ആരെ മുഖ്യമന്ത്രി പറയാണ് സകല BJPക്കാർ സുധാകരന് കൊടുത്തോണം. എങ്ങനെയുണ്ട്? നമ്മുടെ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല BJP വോട്ട്. എന്നല്ല പത്രത്തിലുണ്ടെന്ന്. അപ്പൊ ഇതൊക്കെയാണ്. ഇപ്പൊ ഞാൻ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ്. ചെളുക്കുണ്ടിൽ വീടിരിക്കുകയാണ്. ചെളുക്കുണ്ടിൽ അങ്ങ് താഴ്ന്നു പോകും. ചെളുക്കുണ്ടിൽ വീണവരാരും രക്ഷപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ചെടിയിൽ ചവിട്ടി താഴ്ത്തും എന്നാണ് ഈ പറഞ്ഞ മലയാളം. കുട്ടനാട്ടിൽ പോലും ഞാൻ ചെടിയിൽ വീണിട്ടില്ല. ചെളിയിൽ കൂടെ നടന്നപ്പോഴും ചെടിയിൽ വീണിട്ടില്ല. വനമ്പത്തിൽ ഞാൻ കാലടവി വീണിട്ടില്ല. 3.5 വർഷമാണ് അവിടെ. കണ്ണീരും രക്തവുമാണ് ഉണ്ടായത്. തങ്കപ്പന തലയാളത്താണ് കൊണ്ടുപോയത്. 6 ദിവസമാണ്. ഓം കാളി ഭദ്രകാളി വിളിച്ചാൽ രാത്രി 3 മണിക്ക് മങ്ങമ്പ് പാലത്തെ കൊണ്ടുവെക്കുന്നു. രാവിലെ ആൾ കാണുന്നത് കബന്ധമില്ല, ശരീരമില്ലാത്ത ശിരസ് മാത്രമാണ്. ഇപ്പൊ 6 ദിവസം അതൊക്കെ നിർത്തി. തെറ്റായി പോയെന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ നടന്നത് ഞാൻ നേരിട്ടവരാണെന്നാണ് പറഞ്ഞത്. നേരിട്ടവരാണ്. ആ തലയാളത്ത് കൊണ്ടുപോയവർ ലോകത്ത് എവിടെയെങ്കിലും ഇത് ജീവിച്ചിരിപ്പുണ്ടോ? ഈ നാട്ടിലത് എവിടെയോ പോയി. അവിടെ കാണാനില്ല. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള അഗ്നിപരീക്ഷണങ്ങൾ നേരിട്ട് സിപിഎമ്മിന്റെ താലൂക്ക് സെക്രട്ടറിയായി പ്രവർത്തിച്ച എന്നോട് കുട്ടനാട് കണ്ടിട്ടുള്ളതല്ലാതെ അവിടുത്തെ ഒരു വരമ്പത്തുകൂടി ഒരിക്കൽ പോലും നടക്കാതെ പിണറായി വെല്ലുവിളിക്കാൻ വരരുത്. ആലപ്പുഴ ഇരുതല മൂർച്ചയുള്ള ആയുധമാണ്. ആലപ്പുഴ തിരിഞ്ഞും പിരിഞ്ഞും വിട്ടു. ഇത് ഓർത്തോണം. സാധാരണ ജില്ലയല്ലത്. പാവപ്പെട്ട തൊഴിലാളികളുടെ മാറൽ വെടിയേറ്റ് അവരുടെ അസ്ഥി കൊണ്ടുണ്ടാക്കിയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ഇതിന്റെ അടിത്തറ. ആ അസ്ഥിവാരം നിങ്ങൾ തോണ്ടി. സജീച്ചറിയാനെയും സലാമിനും ഉപയോഗിച്ച അസ്ഥിവാരം നിങ്ങൾ തോണ്ടി. അവിടെ വാഴപ്പെട്ടി കുഴിച്ചിട്ട് നിങ്ങൾ അതിന് പകരം നശിപ്പിച്ചു. ഇതിനെ പാർട്ടിക്ക് ഏറ്റവും കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ് ഈ ചെങ്ങന്നൂര്. 55% വോട്ട് കിട്ടേണ്ട NDAക്ക് അവിടെ എത്രയാ? വെറും 24% ഉള്ളൂ. 36-44 ഏതാണ്ട് 22% NDAയുടെ വോട്ടേഴ്സ് സജീച്ചറിയാൻ ഇത് കിടപ്പുണ്ട്. അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ എത്രയാ? 10-20% ഉള്ളൂ. BJPയുടെ 6% വോട്ട് കൊണ്ട് തന്നെയാണ് എപ്പോഴും അയാൾ ജയിക്കുന്നത്. ചെങ്ങന്നൂരിൽ നിരന്തരമായി BJPയും RSSുമായി സ്റ്റേറ്റ് നേതാവും മന്ത്രിയുമായി സജീച്ചനെ ഉണ്ടാക്കിയിരിക്കുന്ന കൂട്ടുകെട്ടും പ്രകടമായിട്ടുള്ള തെളിവുകളും അന്വേഷിക്കാൻ തയ്യാറുണ്ടോ? അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറുണ്ടോ? ആലപ്പുഴ ജില്ലയിലെ ക്രിമിനൽ രാഷ്ട്രീയത്തിന്റെ തലവനായ സജീച്ചറിയാനെ നല്ലവനാണെന്നാണ് പറയുന്നത്. 63 വർഷം പാർട്ടിയെ ഒന്നും ചതിക്കാതെ പോകുന്നത് ഞാനും മോശക്കാരൻ. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടിയല്ല ഇപ്പോൾ. വർഗമെന്ന് എഴുതി വെച്ചാലതാവും. ഇല്ല. കർഷക വർഗത്തിന്റെ അല്ല. സാമ്പത്തിക ശേഷ പ്രമാണി വർഗത്തിന്റെയും പൊളിറ്റിക്കൽ ക്രിമിനലുകളുടെയും പാർട്ടിയായിട്ട് മാറി. അത് പാർട്ടിയുടെ കുറ്റമല്ല, കുത്തി നടച്ചതാണ് ഇഷ്ടക്കാര്. ശുദ്ധീകരിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. കാരണം താഴെ നിന്ന് വളർന്നു വരുന്നതെല്ലാം സഹിച്ചറിയാൻ പറ്റില്ല.